ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ധനുഷും അവന്തികയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ എന്നെ വെല്ലുവിളിക്കുവാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, ഇത് വെല്ലുവിളിയല്ല, എന്റെ തീരുമാനമാണെന്ന്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിന്നെ ഉപദ്രവിക്കാനോ പഴയതെന്തെങ്കിലും പറഞ്ഞ് നിന്നെ ദ്രോഹിക്കാനോ ഞാൻ വരില്ല. അതിനെനിക്ക് താല്പര്യവുമില്ല. നമുക്ക് പരസ്പരം ഒരു ഒത്തുതീർപ്പിലെത്താം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് ധനുഷ് പറയുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, നിന്നോട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ആ കുഞ്ഞ് നെല്ലിശ്ശേരി വീട്ടിൽ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പ്രസവിക്കാൻ ഇനിയും ഉണ്ടല്ലോ മാസങ്ങൾ ബാക്കി. അതിനുള്ളിൽ അതിന്റെ വിധി ഞാൻ തീരുമാനിക്കും. അതിന്റെ മാത്രമല്ല നിന്റെയും. സേതുമാധവന്റെ മരുമകനായി നെല്ലിശ്ശേരി വീട്ടിൽ എന്റെ മുന്നിൽ വാഴാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. അപ്പോൾ ധനുഷ് പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ധനുഷ് അവിടെ നിന്നും പോകുന്നു. അവന്തിക ധനുഷിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവന്തിക നന്ദനെയും കാത്ത് മുറിയിലിരിക്കുമ്പോൾ നന്ദൻ അവിടേക്ക് വരുന്നു. നന്ദനോട് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നുണ്ട് അവന്തിക. എന്താ കാര്യം? അതിനൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്ന് നന്ദൻ പറയുന്നു. നന്ദേട്ടാ, എത്രയെന്ന് വെച്ചാ നമ്മൾ ഇങ്ങനെ ശത്രുക്കളെ പോലെ ജീവിക്കുന്നത്? ഞാൻ ഒരുപാട് തെറ്റുകൾ നന്ദേട്ടനോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ഉദ്ദേശമെന്ന്. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ നന്ദേട്ടാ. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാകണം എന്ന് അവന്തിക പറയുന്നു. കൊള്ളാം, ബെസ്റ്റ്. നിന്ന നിൽപ്പിന് ഒന്നിനെ പോലെ നിറം മാറാനുള്ള നിന്റെ കഴിവിനെ ഉണ്ടല്ലോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരോടുള്ള വാശി തീർക്കാനാ ഇപ്പോ ഈ അമ്മ വേഷം കെട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെ, വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. എനിക്ക് ശേഷം വന്നവളാ അർച്ചന. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. ആതിരയും പ്രസവിച്ചു. ഇപ്പോൾ ദാ സ്നേഹയും ഗർഭിണിയായി. അവൾക്കും ഒരു കുഞ്ഞാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ഓ, അതാണ് നിന്റെ വാശിയുടെ കാരണം. നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഇരിപ്പുവശം വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ സമയവാ. ആദ്യം നീ ഒരു മനുഷ്യശ്രീ ആവാൻ നോക്ക്. എന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, നമ്മൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന്. നന്ദൻ പറയുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, എനിക്കറിയാം എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന്. അവള്, ആ സന്ധ്യ എല്ലാത്തിനും കാരണം. അവളെയും കൊണ്ടാണല്ലോ ഇപ്പോൾ നടപ്പ്. ഞാനൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്കെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇതുവരെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടു കൂടി നീ ഇന്ന് വരെ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അപ്പോഴും അറപ്പോടും വെറുപ്പോടും കൂടിയാ നീ എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ മറ്റുള്ളവരോട് വാശി തീർക്കാൻ കുഞ്ഞിനെ വേണം പോലും. നീ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ട്. അതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ജീവിതത്തോട് വാശിയാവാം, പക്ഷെ വാശിയോടെ മാത്രം ജീവിക്കരുത്. ജീവിതം നശിച്ച് ഇല്ലാതായി തീരും. അതിന്റെ തുടക്കവാ നിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാ. ഒരു കുഞ്ഞുണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അല്ല, ഒരു ഡൈവോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ നന്ദൻ അവിടെ നിന്നും പോകുന്നു. അവന്തികയും ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അർച്ചനയും സച്ചിയും കൂടി ഡോക്ടറിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ വളരെ സന്തോഷത്തോടെ അവർക്ക് ലഡു കൊടുക്കുന്നുണ്ട്. എന്താ ഇന്ന് പ്രത്യേകത? ഡോക്ടറിന്റെ പിറന്നാളാണോ എന്ന് അർച്ചനയും സച്ചിയും ചോദിക്കുമ്പോൾ അല്ല എന്ന് ഡോക്ടർ പറയുന്നു. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 2 ഘട്ടങ്ങൾ അവസാനിച്ചു. മൂന്നാമത്തെ സ്റ്റേജ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സന്തോഷത്തിനാണ് ഈ സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അത് എടുക്കുന്നു. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, സ്വീറ്റ്സ് ഞങ്ങൾ അങ്ങോട്ടല്ലേ വാങ്ങിച്ചു തരേണ്ടതെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ സക്സസിന്റെ ആദ്യ പടിയിലെത്തി. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ട്രീറ്റ്മെന്റുകളും സക്സസ് സ്റ്റേജിലേക്കാണ് മൂവ് ചെയ്യുന്നേ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി സ്വീകരിക്കാൻ അർച്ചന റെഡി ആയി കഴിഞ്ഞു. അടുത്ത 3 മാസം, അതിനുള്ളിൽ ഏത് സമയത്തും പ്രഗ്നൻസി സംഭവിക്കാം. ആ സന്തോഷം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സ്വീറ്റ്സ് തന്നതെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അർച്ചനയും സച്ചിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഇനി എന്താ അടുത്ത സ്റ്റേജ് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അടുത്ത സ്റ്റേജും മെഡിസിനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച അർച്ചന ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും ചെക്കപ്പ് ഉണ്ടാകും എന്ന് ഡോക്ടർ പറയുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നത്തിന്റെ വളരെ അടുത്തെത്തി അല്ലേ ഡോക്ടർ എന്ന് വളരെ സന്തോഷത്തോടെ സച്ചി ഡോക്ടറിനോട് ചോദിക്കുന്നു. അതെ, അടുത്ത 3 മാസം തീരുന്നതിന് മുമ്പ് അർച്ചന പ്രഗ്നന്റ് ആയിരിക്കും. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ടാണ് എല്ലാം ശരിയായത് എന്നൊക്കെ ഡോക്ടർ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷിക്കുകയാണ്.
ഇപ്പോൾ കാണിക്കുന്നത് അവന്തിക മുറിയിൽ വളരെ ദേഷ്യത്തോടെ ഇരുന്ന് സ്നേഹയ്ക്ക് മധുരം കൊടുത്തതും ധനുഷ് പറഞ്ഞതുമെല്ലാം ഓർക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ധനുഷ് വരുന്നു. ബുദ്ധിപൂർവ്വം ഇവളെ ഡീൽ ചെയ്തില്ലെങ്കിൽ അപകടമാ. ഇല്ലെങ്കിൽ സ്നേഹയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്നെ ഇവൾ ഇല്ലാതാക്കി കളയും എന്ന് ധനുഷ് മനസ്സിൽ വിചാരിക്കുമ്പോൾ അവന്തിക ധനുഷിനെ കാണുന്നു. ഓ, സന്തോഷം പങ്കുവെക്കാൻ വന്നതാണോ നീ? നീ വളരെ ഭംഗിയായിട്ട് എന്നെ ചതിച്ചു. മധുരം കൊടുക്കുന്ന ചടങ്ങിൽ എന്തായിരുന്നു നിന്റെ സന്തോഷം? ഇപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും നീ എന്നെ തകർത്തു കളഞ്ഞു. എനിക്കൊരിക്കൽ നഷ്ടപ്പെട്ടത് ഇപ്പോൾ അവൾക്ക് കിട്ടി. അതിന്റെ സന്തോഷം എനിക്ക് നിന്റെ മുഖത്ത് കാണാം എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. ഇത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം. ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മുന്നോട്ട് പോകുന്നത്. നീ കണ്ടതല്ലേ, ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. നന്ദേട്ടനും സന്ദീപിനും സ്നേഹയോടുള്ള പിണക്കം മാറി. സ്നേഹ ഇപ്പോൾ ആകെ സന്തോഷത്തിലാ. അപ്പോൾ നിനക്ക് സന്തോഷമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല. നീ സ്നേഹയോട് മനസ്സിൽ വൈരാഗ്യം വെക്കരുത്. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിന്നെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. ഞാൻ ചെയ്തതിനൊക്കെ അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞ് എന്ത് പിഴച്ചു എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്. നിന്റെ കുഞ്ഞ്? അപ്പോൾ പിന്നെ എന്റെ വയറ്റിൽ കിടന്നത് ആരുടെ കുഞ്ഞായിരുന്നു? മറന്നുപോയോ നീയത്? അവന്തിക, ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലെന്ന്. നല്ല വഴിക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും ചില അവസരങ്ങൾ കിട്ടും. ആ സമയത്ത് മാറി ചിന്തിക്കണം. ചെയ്ത തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം. സ്നേഹയുടെ ഒപ്പമുള്ള ഒരു ജീവിതം കിട്ടിയപ്പോൾ എനിക്കത് ദൈവം തന്നൊരു അവസരമായാ തോന്നിയത്. എനിക്ക് ജീവിക്കണം. അതിന് നീ ഒരു തടസ്സമായി നിൽക്കരുത് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ജീവിക്കണം പോലും. ഭാര്യയും കുഞ്ഞുമൊത്ത് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണം അല്ലേ? അപ്പോൾ ഞാനോ? ഞാൻ ആഗ്രഹിച്ചതെല്ലാം മനസ്സിൽ കുഴിച്ചുമൂടി നീയും അവളും കൂടി സന്തോഷത്തോടെ ആടിപ്പാടി ജീവിക്കുന്നതും കണ്ട് ഞാൻ കഴിഞ്ഞുകൂടണം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. നിന്റെ ഈ പകയും വൈരാഗ്യവും അവസാനിപ്പിച്ചാൽ തന്നെ ജീവിതത്തിൽ ഒരു വെളിച്ചവും വരും. നന്ദേട്ടൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ഉടനെ അവന്തിക പറയുന്നുണ്ട്. മതി, നിർത്ത്, എനിക്ക് കേൾക്കണ്ട. നന്ദേട്ടൻ എന്നെ സ്നേഹിക്കും പോലും. എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. അതെല്ലാം മറന്ന് ഞാൻ നന്ദേട്ടനെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് ഞാൻ ഇവിടെ അങ്ങനെ ജീവിക്കണം അല്ലേ? സ്നേഹയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞ് കുരുത്തതിന്റെ പേടി. അതിനെ നിനക്ക് ജീവനോടെ കിട്ടുമോ എന്നുള്ള ഭയം. എന്നാൽ നീ ഇതും കൂടി കേട്ടോ. ആ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല. 10 മാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അപ്പോൾ ധനുഷ് പറയുന്നു. അവന്തികെ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞാനും സ്നേഹയും ഈ വീടുമൊക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ആ കുഞ്ഞ് ഞങ്ങൾക്ക് വേണമെന്നൊക്കെ ധനുഷ് പറയുന്നു. ഇല്ല, അത് നടക്കില്ല. അവളുടെ വയറ്റിൽ വെച്ച് തന്നെ അതിനെ തീർത്തിരിക്കും എന്ന് അവന്തിക പറയുമ്പോൾ അപ്പോൾ തന്നെ ധനുഷ് അവന്തികയെ അടിക്കാൻ കൈപൊക്കുന്നു. പക്ഷെ അടിക്കുന്നില്ല. ആ ദേഷ്യം മനസ്സിൽ ഒതുക്കി പിടിക്കുകയാണ് ധനുഷ്. എന്താ തല്ലാത്തത് എന്ന് അവന്തിക ചോദിക്കുന്നു. നീ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയായി പോയി. പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് നെല്ലിശ്ശേരിയിലായിരിക്കില്ല, ജയിലിലായിരിക്കും, നിന്നെ കൊന്നിട്ട്. ഇത്രയും പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു. ധനുഷ് പോകുന്ന സമയം സേതു ഹാളിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് ധനുഷിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് സേതു പറയുന്നു. ടെൻഷനോടെ ധനുഷ് നിൽപ്പുണ്ട്. കൈവിട്ടു പോയെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നാണ് ഈ കുടുംബം വീണ്ടും സമാധാനത്തിലെത്തിയിരിക്കുന്നത്. നന്ദനും സന്ദീപും എല്ലാ പിണക്കങ്ങളെല്ലാം മാറ്റി നിങ്ങൾ രണ്ടുപേരെയും അംഗീകരിച്ചു. സത്യത്തിൽ എന്റെ ആൺമക്കൾ 3 പേരും ചേർന്ന് എന്റെ മോളെ കസേരയിൽ കൊണ്ടിരുത്തി മധുരം കൊടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ. ആ സന്തോഷം എന്നും ഈ വീട്ടിൽ നിലനിൽക്കണമെന്ന്. അപ്പോൾ അവന്തിക അവിടേക്ക് വന്ന് പറയുന്നുണ്ട്. സന്തോഷം കുറവാണെന്ന് കരുതി അച്ഛൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ഇവര് കാരണം എന്തെല്ലാം സന്തോഷങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സന്തോഷം ഒരു തുടക്കം മാത്രമല്ലേ, അല്ലേ ധനുഷേ എന്ന് ചോദിക്കുന്നു. അച്ഛാ, ഞാനൊരു കാര്യം ഉറപ്പു തരാം. എത്ര പ്രതിസന്ധിയിൽപ്പെട്ടാലും ശരി, എന്റെ മരണം വരെ സ്നേഹയുടെ സന്തോഷം ഇതുപോലെ ഉണ്ടാകും. ഞാൻ കാരണം ഇനി ഈ വീടിന് ഒരു കളങ്കമോ അപമാനമോ ഉണ്ടാകില്ല എന്ന് ധനുഷ് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമ്പനിയെ കുറിച്ചാണ്. നന്ദനും സച്ചിയും സന്ദീപും ഒരേ മനസ്സോടെ ഒറ്റ ബലത്തോടെ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോനും അവരുടെ കൂടെ തന്നെ നിൽക്കണം. എല്ലാം നിന്റേതും കൂടിയാണ്. ആ തോന്നൽ എപ്പോഴും ഉണ്ടാകണം. ഈ സമയം സച്ചി അവിടേക്ക് വരുന്നു. ഓഫീസിലെ കാര്യപ്പുറത്ത് അച്ഛൻ വിഷമിക്കേണ്ട. ഇപ്പോൾ തന്നെ ധനുഷ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു എന്ന് സച്ചി പറയുന്നു. ഇപ്പോൾ എന്റെ എല്ലാ മക്കളുടെയും ജീവിതം സന്തോഷമായി. എനിക്കാകെ ഇനിയുള്ള ഒരു വിഷമം നിങ്ങളുടെ കാര്യത്തിലാണ്. ഒരിക്കൽ നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് കരുതി ഇനിയും നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട. ഇന്ന് വരെ നിങ്ങൾ രണ്ടുപേരോടും ഞാനത് ചോദിച്ചിട്ടില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണണം. ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യണം എന്ന് അവന്തികയോട് സേതു പറയുമ്പോൾ, അതിനെന്താ അച്ഛാ, ഞാൻ നന്ദേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് അവന്തിക പറയുന്നു. എല്ലാ എല്ലാവർക്കും
എല്ലാവർക്കും കുഞ്ഞായി. നിങ്ങൾക്കൊരു കുഞ്ഞില്ലാതെ വരുന്നത് അച്ഛന് സങ്കടമാണെന്ന് സേതു പറയുന്നു. അത് ഞാൻ നന്ദേട്ടനോട് ചോദിച്ചിട്ട് പറയാം. എനിക്ക് വല്ലാത്തൊരു തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് അവന്തിക പറയുമ്പോൾ, തലവേദനയ്ക്കുള്ള മരുന്ന് സ്നേഹയുടെ കയ്യിലുണ്ട്. കൊടുത്തു വിടണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. വേണ്ട, മരുന്ന് എന്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്നും പോകുന്നു. അവൾക്കുള്ളിൽ നല്ല വിഷമമുണ്ടെന്ന് സേതു പറയുന്നു. അച്ഛാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്നും പോകുന്നു. സച്ചി, അവന്തികയുടെ കാര്യം നീ അർച്ചനയോടൊന്ന് പറയണം. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറിന്റെ അരികിൽ അവളെയും കൊണ്ടുപോകണം എന്ന് സേതു സച്ചിയോട് പറയുമ്പോൾ, ശരി അച്ഛാ, എന്നാൽ ഞാൻ ഈ കാര്യം അർച്ചനയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചന കുഞ്ഞിനെ ഉറക്കാൻ നോക്കുകയാണ്. കുഞ്ഞ് നല്ല കരച്ചിലാണ്. അപ്പോൾ അവിടേക്ക് സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൾ ഇങ്ങനെ കരയുന്നതെന്ന്. അങ്ങനെ സച്ചി കുഞ്ഞിനെ എടുക്കുന്നു. അർച്ചന കുഞ്ഞിനെ കിടത്താൻ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുന്നു. അങ്ങനെ സേതുമാധവൻ അവന്തികയുടെ കാര്യം പറഞ്ഞത് സച്ചി അർച്ചനയോട് പറയുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.